പേരെന്താ? സരോജം. സരോജം. സരോജം എന്ന് പറയുന്നത് സരോജം എന്ന് പറയുന്നത് അമ്മേന്റെ സരോജിനി, അപ്പൊ അത് സരോജം ആണ്. അതായത് അടിപൊളി വീടായിട്ടുണ്ട്. നമ്മുടെ പഴയ വീട് റെനോവേറ്റ് ചെയ്തല്ലേ? റെനോവേറ്റ് ചെയ്തതാണ്. അപ്പൊ ഏതായാലും ഗംഭീരമായ ഒരു വീട്. ഈ പുറത്തൊക്കെ ചിത്രപ്പണികളൊക്കെ ആരാണ് ചേട്ടാ ചെയ്തത്? കുട്ടൂസ്. കുട്ടൂസണോ? പേര് കുട്ടൂസ് എന്നാണ് എല്ലാരും വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു ചേട്ടാ. ഇനിയിപ്പോ കുട്ടൂസിന് അപമാനമായി. അപ്പൊ കുട്ടൂസാണ് ഇതൊക്കെ ചെയ്തു തന്നത്. ഈ ലൈറ്റിങ്ങുകളൊക്കെയോ? ലൈറ്റിങ് ഞങ്ങള് സെലക്ട് ചെയ്ത ചേട്ടനായിട്ട് സെലക്ട് ചെയ്ത ചേട്ടന് ലൈറ്റിന്റെ മാത്രമായിട്ട് ഒരു ഷോപ്പൊക്കെ ഉണ്ട്. മൊത്തം ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മാച്ച് ചെയ്ത ലൈറ്റുകള് കോഴിക്കോട് ഒരു ഷോപ്പിലുണ്ട്, ലൈറ്റ് പാലസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയാൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇതൊക്കെ തടിയാണോ ചേട്ടാ? അയ്യോ, ഇതൊക്കെ സിമെന്റ് ആണ്. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു മൊത്തം എത്ര രൂപയായി ചേട്ടാ മൊത്തം കണ്ടിട്ട് എന്ന്. ഏകദേശം എനിക്കൊരു അറിയാനുള്ള ആഗ്രഹമുണ്ട്. പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. എന്തായാലും ചേട്ടന്റെ പോക്കറ്റ് കീറിട്ടില്ലല്ലോ അല്ലേ? കീറിട്ടില്ലല്ലോ. ഓഹോ, അത് മതി. ഹാപ്പി ആണല്ലേ? എല്ലാം സേഫ് ആക്കിയിട്ട്. സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം, അമ്മയിൽ നിന്ന് കിട്ടിയ വരുമാനം, ഭാര്യയിൽ നിന്ന് കിട്ടിയ വരുമാനം, ഏതിലായിട്ടും സേഫ് ആയത്? സിനിമയിൽ നിന്ന് കിട്ടിയ വരുമാനം കിട്ടിയത്. പിന്നെ സിനിമയിൽ നിന്ന് ഞാൻ ആദ്യം ഇവിടെ വീട് വെച്ച സമയത്ത് ഇവിടെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഒരു പണി നല്ല ഫ്ലോറിംഗ് ഒന്നും ചെയ്തില്ല. അങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നുണ്ടായത്. പക്ഷെ വീട് വെച്ചതല്ലോ ആ സമയത്ത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ. പിന്നെ അതിന് ശേഷം ഞാൻ സിനിമയിലൊക്കെ വന്നേരെയാണ് ബാക്കി പണികളൊക്കെ എടുപ്പിച്ചത്. പിന്നെ ഇപ്പം ഒന്ന് എല്ലാ 2 റൂമൊക്കെയാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ളൊരു പ്രശ്നം. അപ്പൊ ഇവിടെ ഒരു അമ്പലമുണ്ട്, ശിവവിഷ്ണു ക്ഷേത്രം, അതിന്റെ തൊട്ട് ബാക്കിലാണ് വീട്. അപ്പൊ ഞാൻ കുറച്ച് വാസ്തു വിശ്വാസമൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ അമ്പലത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നോക്കിച്ചപ്പോൾ ഞാൻ വേറെ സ്ഥലത്തെ വീട് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ല കണ്ടപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ട്രഡീഷണൽ സ്റ്റൈലിലുള്ള വീട് വേണം, അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് വന്നത് അല്ലെ? ഈ ട്രഡീഷണൽ സ്റ്റൈലൊക്കെ അകത്തേക്ക് കയറി കണ്ടാലോ ഒരു മൊത്തത്തിലൊരു മന ഫീൽ ഉണ്ട്. അകത്തും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. അകത്തേക്ക് കയറി വരുമ്പോൾ വീടുണ്ടാക്കിയ ആളെ ചേട്ടൻ നേരത്തെ വിളിച്ച് ക്യാൻവാസ് ചെയ്ത് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ആർക്കിടെക്റ്റിന്റെ പരമാവധി പരസ്യം കൊടുക്കുന്ന മറ്റാരുണ്ട് ചേട്ടാ? ഇത്രയും കാലമായിട്ട് ചേട്ടൻ എത്ര വീട് വെച്ചിട്ടുണ്ട്? 100 പുറത്തുണ്ടാവില്ലേ? ഇത്രയും വീട് ചെയ്തിട്ട് ഇതുപോലെ ആത്മഹത്യയിട്ട് പരസ്യം തരുന്ന വേറെ ആരെങ്കിലും അല്ല? ഇങ്ങനെ പരസ്യം തരാം, നിങ്ങൾ കുറച്ച് പൈസ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അല്ല, ജയേട്ടനെ കുറെ മുന്നേറ്റ് പരിചയമുണ്ട്. അപ്പം ഇങ്ങനെ സ്റ്റൈല് വന്നപ്പം ജയേട്ടനല്ലാതെ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. എന്തായാലും ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾ മൊത്തമായിട്ടൊക്കെ ഒന്ന് കയറി കണ്ടുവരട്ടെ.